സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ വിമർശിച്ച് മുൻമന്ത്രി ജി സുധാകരൻ രംഗത്തെത്തി. സാധാരണക്കാർ ആശുപത്രികളിൽ ദുരിതം നേരിടുമ്പോൾ വെറുതെ നമ്പർ 1 എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. മന്ത്രി വീണ ജോർജ് വരുന്നതിന് മുൻപേ ഈ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടെന്നും ജി സുധാകരൻ പറഞ്ഞു. ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു അസുഖം വന്ന് ചികിത്സിച്ച് ഭേദാക്കുന്നത് മാത്രമല്ല, അതാണെന്നാണ് സാധാരണക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്. അത്രയും കേരളം വളരെ മുൻപന്തിയിലാണ്, എല്ലാത്തിനും മുൻപന്തിയിലാണ്, നമ്മളാണ് ലോകത്തെ ഒന്നാമതെന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ. എല്ലാത്തിനും ഒന്നാമത് നമ്മളങ്ങ് പറഞ്ഞോണ്ടിരിക്കുകയാണ്. സ്വയം പുകഴ്ത്തൽ ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ ഇവിടുത്തെ സ്ഥിതി എന്താണ്? ഒരു അസുഖം വന്നാൽ ചികിത്സിച്ച് ഭേദാക്കുന്നത് മാത്രമാണ് ആരോഗ്യം. മാനസികാരോഗ്യവും അതിനകത്ത് വരുന്നുണ്ട്. ആലപ്പുഴയുടെ ആരോഗ്യ സെമിനാർ എന്ന പേര് വെച്ചാൽ എന്തായാലും നന്നായി. ആലപ്പുഴ ആരോഗ്യം അത്ര നല്ലതല്ല. മെഡിക്കൽ കോളേജ് ഉണ്ട്. അത് പറഞ്ഞോണ്ടേ വീണ ജോർജിനെ പറഞ്ഞോ ദയവായി എഴുതരുത്. വീണ ജോർജ് അല്ല മെഡിക്കൽ കോളേജ്, അതിന് മുമ്പോട്ട് മെഡിക്കൽ കോളേജ് ഉണ്ട്. അവർ 5 വർഷത്തേക്ക് വന്നൊരു മന്ത്രിയാണ്. അടുത്ത തവണ അവരാകുകയില്ലെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, വീണ്ടും വിമർശനവുമായി ജി സുധാകരൻ എത്തിയിരിക്കുകയാണ്. ഇത്തവണ ആരോഗ്യ മേഖലയെക്കുറിച്ചാണ്. അനുജ, ഇതിനു മുൻപും ആരോഗ്യ മേഖലയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. ഇന്ന് ലോക ആരോഗ്യ ദിനമാണ്. അതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ആരോഗ്യ കേരളം പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടായത്. നേരത്തെ തന്നെ ആരോഗ്യ മന്ത്രിയെ വിമർശിച്ച് താൻ പറഞ്ഞ രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത വളച്ചൊടിച്ചതായി പറയുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇത് ആരോഗ്യ മന്ത്രിക്കെതിരെ അല്ല താൻ പറയുന്നത്. സാധാരണക്കാർ പക്ഷേ ആശുപത്രികളിൽ ദുരിതമാണ് നേരിടുന്നത്. പക്ഷെ അങ്ങനെയുള്ളപ്പോഴും നമ്പർ 1 എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അങ്ങനെ നമ്പർ 1 പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. അത് ഉദ്ദേശിക്കുന്നത് മന്ത്രി വീണ ജോർജിനെ അല്ല. അവർ വരുന്നതിന് മുൻപേ 5 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്. സ്വയം പുകഴ്ത്തൽ അവസാനിപ്പിക്കണം. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ എത്തുമ്പോഴും നമ്പർ 1 എന്നുള്ള വലിയ പ്രചരണം നടത്തിക്കൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇടത് സർക്കാർ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്പർ 1 അദ്ദേഹം ആ പദപ്രയോഗത്തെ തന്നെ വിമർശിക്കുകയാണ്. അങ്ങനെയുള്ള സ്വയം പുകഴ്ത്തൽ അവസാനിപ്പിക്കണം. നമ്മൾ മുന്നിലാണോ പിറകിലാണോ എന്ന് പറയേണ്ടത് ജനങ്ങളാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അനൂജ, ഇന്ന് ലോകാരോഗ്യ ദിനം കൂടിയാണ്. ആ ദിവസമാണ് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആരോഗ്യ മേഖലയെ വിമർശിച്ച് ജി സുധാകരൻ രംഗത്തെത്തിയത്. നമ്പർ 1 എന്ന് പറയുന്നതിൽ അദ്ദേഹം വിയോജിപ്പ് അറിയിക്കുകയാണ്. സാധാരണക്കാർക്ക് ആശുപത്രികളിൽ ദുരിതമാണ്. ഇതിൽ വീണ ജോർജിനെ വിമർശിക്കുന്നതിനോട് അദ്ദേഹം അതൃപ്തി അറിയിക്കുകയും ചെയ്യുന്നു.